Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സാമൊക്കെ വരാൻ പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. അത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് ട്രാക്കിയ, അൽവേഴ്സ്, നോസ്ട്രിൽസ്, ബ്രോഞ്ചിയോൾ ഒക്കെ ഇതാണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ആക്ടിവിറ്റി നമ്മൾ ചെയ്തതാണ്. നമ്മൾ കറക്റ്റായിട്ട് എഴുതേണ്ടത് ഫസ്റ്റ് നോസ്ട്രിൽ, ട്രാക്കിയ, ബ്രോഞ്ചിയോൾ, ദെൻ ആൽവിയോൾസ്. അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ചെക്ക് ദ വെദർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ തെറ്റാണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ദം റോങ് വൺസ്. അതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് എഴുതുകയും വേണം. ഫസ്റ്റ് വൺ, ഡ്യൂറിങ് ദ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടേക്കൺ ഇറ്റ്. എന്താണ്? പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത്? ശരിയാണോ തെറ്റാണോ? എന്താണ്? റോങ് ആണല്ലേ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ. അവരുടെ ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് വിച്ച് എൻറ്റർ ഇൻസൈഡ് ഈസ് ഇൻ ഗ്രേറ്റർ എമൗണ്ട് വൈൽ ഹ്യൂമൻസ് ഇൻഹെയിൽ ഈസ് നൈട്രജൻ. നമ്മൾ എന്താണ് ഇൻഹെയിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണുള്ളത് അല്ലേ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. See, there will be 32 teeth in the mouth of a child of 6 years old. ഒരു 6 years old ആയ ഒരു കുട്ടിയുടെ വായിൽ 32 പല്ലുകൾ ഉണ്ടായിരിക്കും. ശരിയാണോ? അല്ല. എന്താണ്? തെറ്റാണ് അല്ലേ. ഫോൾസ് ആണ്. There will be 20 teeth in the mouth of a child of 6 years old. 6 വയസ്സായ ഒരു കുട്ടിയുടെ വായിൽ 20 പല്ലുകളെ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ അടുത്തത് ഡി ആണ്. ദ അബ്സോർബേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഡൈജസ്റ്റഡ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. എന്താണ്? ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ എവിടെ വെച്ചിട്ടാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ശരിയാണോ? ഫോൾസ് ആണ്. ദ അബ്സോർബേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഡൈജസ്റ്റഡ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അബ്സോർബേഷനൊക്കെ നടക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. താഴെ നമുക്ക് എന്താണ് ഒരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുള്ളത്. അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ലേബൽഡ് പാർട്സ്. ഈ ലേബൽ ചെയ്തിട്ടുള്ള ഓരോ പാർട്സും ഏതാണ് നമ്മൾ നോക്കണം. ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് സാലിവറി ഗ്ലാൻഡ്സ് ആണ്. ബി എന്ന് പറയുന്നത് ഒയ്സ്ഫാക്കസ് ആണ്. സി എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണ്. ഡി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. എഫ് എന്ന് പറയുന്നത് റെക്റ്റമാണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ആൻഡ് ബി ഇൻ ഡൈജഷൻ. ഇതിൽ എയും ബിയുടെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഡൈജഷൻ നടക്കുമ്പോൾ ഉള്ളത്? എന്താണ്? Digestion of food is complete here. Nutrients in the digested food are absorbed into blood. Due to movement of stomach wall, food is rendered past like inside it. The digestive enzymes of stomach digest the food. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നത്, ബ്ലഡിലൊക്കെ അബ്സോർബ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സി. ഇതിലെ സിയുടെ ഫങ്ഷൻ എന്താണെന്നാണ് എഴുതേണ്ടത്. എന്താണ്? അബ്സോർബ് ദ വാട്ടർ കണ്ടെയ്നിങ് മിനറൽ ആൻഡ് സാൾട്ട്. നമ്മുടെ മിനറൽസിനെയും സാൾട്ടിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അതേതാണ്? നമ്മുടെ കിഡ്നി ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇൻജക്ഷൻ, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലോ ചാർട്ടാണ്. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കൂ. ഇൻജക്ഷൻ, ഡൈജഷൻ, ദെൻ അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഇങ്ങനെയാണിത് കംപ്ലീറ്റ് എഴുതേണ്ടത്. ഒന്നും കൂടെ പറയാം. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഓക്കെ, ഇനി അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്താണ്? ഒരു പിക്ചറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുള്ളത് അല്ലേ.
ഇതിൽ എ ചോദ്യം, ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ഹിയർ ഇൻ അവർ ബോഡി, റൈറ്റ് ദ നെയിംസ് ഓഫ് എ ബി സി. നമ്മുടെ ബ്ലഡിൽ നമുക്ക് എന്താണ് എത്ര ബ്ലഡ് വെസൽസ് ആണുള്ളത് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയാണെന്ന് എഴുതണം. ഇവിടെ എ ബി സി എന്താണെന്ന് എഴുതി കൊടുത്താൽ അതിനുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എ എന്താണ് 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കാപ്പിലാരീസ്, മറ്റൊന്ന് വെയിന്, മറ്റൊന്ന് ആർട്ടറി. ഓക്കെ, ഇപ്പോൾ ഈ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി ഇതിലെ ബി ചോദ്യം, ഹൗ ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ, എങ്ങനെയാണ് അത് മൂന്നും കൂടെ വേർതിരിക്കും, എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? Arteries are the blood vessels that carry oxygen rich blood from the ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസ് തന്നെയാണ്. ഇത് ഓക്സിജനെ എവിടെ നിന്നിട്ടാണ്? നമ്മുടെ ഹാർട്ടിൽ നിന്നും ക്യാരി ചെയ്തിട്ട് നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ആർട്ടറീസ് ആണ്. അതുപോലെ വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അതുപോലെ വെയിൻസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് കാപ്പിലാരീസ് ആണ്. കാപ്പിലാരീസ് ആർ ദ തിൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ഈ ആർട്ടറീസിനെയും വെയിൻസിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു തിന്നായിട്ടുള്ള ബ്ലഡ് വെസലാണ് നമ്മുടെ കാപ്പിലാരീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ്. അനു കെയിം നിയർ ഹെർ സിസ്റ്റർ ഹൂ വാസ് മേക്കിംഗ് ടീ. എന്താണ്? അനു അവളുടെ സിസ്റ്റർ ടീ ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് വരുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ അവിടെ, അനു ഫെൽറ്റ് ഹോട്ട് വൈൽ ഷീ ടച്ച് ദ വെസൽ ഓവർ എ ലൈറ്റഡ് ഫയർവുഡ്. ഓക്കെ, ഫയർവുഡ് ഓവൻ. അതുപോലെ തന്നെ എന്താണ്, അനു അവിടെ നിന്നപ്പോൾ എന്താണ്, അവൾക്ക് ആ ഒരു വെസൽ തൊട്ടപ്പോൾ എന്താണ്, ഭയങ്കര ഹോട്ട് ഫീൽ ചെയ്തു അല്ലേ. അതുപോലെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഷീ ഫെൽറ്റ് ഹോട്ട് വൈൽ ഷീ സ്ട്രെച്ചഡ് ഹെർ ആൻഡ് ഹാൻഡ് എബവ് ദ ബോയിലിംഗ് വെസൽ. ആ ബോയിൽ ചെയ്യുന്ന വെസലിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോഴും അവൾക്ക് ആ ഒരു ഹോട്ട് ഫീൽ ചെയ്തു. ഈ രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. എ ചോദ്യം, റൈറ്റ് ദ 2 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ദീസ് 2 സിറ്റുവേഷൻസ്. ഈ രണ്ട് സിറ്റുവേഷൻസിലെയും ഹീറ്റ് ട്രാൻസ്മിഷൻ്റെ മോഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ കൺവെക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹാൻഡിൽ ഓഫ് ദ വെസൽ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. വൈ? ആ ഒരു പാത്രത്തിൻ്റെ വെസലിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും അത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക? പ്ലാസ്റ്റിക് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. എന്താണ്? ഹീറ്റിൻ്റെ ഒരു പുവർ കണ്ടക്ടറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ് ത്രൂ ഇറ്റ്, എന്താണ്, അതിൽ നന്നായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല. സോ ദ ഹാൻഡിൽ ഓഫ് ദ വെസൽ ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്. അതുകൊണ്ടാണത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിടിക്കാൻ വേണ്ടി സാധിക്കില്ല. സി ചോദ്യം, എ ഫ്ലാസ്ക് കണ്ടെയ്നിങ് ഹോട്ട് ടീ ഈസ് കെപ്റ്റ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. ഹൗ? എക്സ്പ്ലെയിൻ. നമ്മളൊരു ഫ്ലാസ്ക് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്, നമ്മൾ ചായ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോട്ട് കുറേ നേരം നിൽക്കും അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു? ഗ്ലാസ് വെസൽ ആൻഡ് ലിഡ് പ്രിവെൻറ്റ് കണ്ടക്ഷൻ. എന്താണത്? കണ്ടക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. ദ വാക്വം ബിറ്റ്വീൻ ദ ഡബിൾ വാൾസ് പ്രിവെൻറ്റ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഡ്യൂ ടു കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. ദ ഔട്ടർ സൈഡ് ഓഫ് ദ ഇന്നർ വാൾ ആൻഡ് ദ inner side of the outer wall are silvered and glazed. It prevents the loss of heat due to radiation from inside to outside and from outside to inside. അതിൻ്റെ എന്താണ്, പുറം ഭാഗം എന്ന് പറയുന്നത് സിൽവർ കൊണ്ടാണ് ഗ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്, ഇത്തരത്തിലുള്ള അകത്ത് നിന്ന് പുറത്തേക്കുള്ള ഹീറ്റും പുറത്ത് നിന്ന് അകത്തേക്കും എന്താണ്, ചൂട് പോവാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് ചൂട് ചായയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം അതിൻ്റെ ഹോട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റ് കൂട്ടുകാർക്ക് അറിയാമല്ലേ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആ ഫിഗർ എന്താണെന്ന് നമുക്കറിയാമല്ലേ. ഐഡൻറ്റിഫൈ ദ ഡിവൈസസ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അത് ഏത് ഡിവൈസാണ് കൂട്ടുകാരെ? അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. അതിലെ രണ്ടാമത്തത് ലബോറട്ടറി തെർമോമീറ്ററുമാണ്. ഇനി അടുത്തത് ബി, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസസ്. ഏത് പ്രിൻസിപ്പിളാണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്? എന്തായിരുന്നു? ദ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിൻ്റെ തെർമൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനുമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഡിവൈസ്? ഈ ഡിവൈസിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ടെമ്പറേച്ചർ. നമ്മുടെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി ആക്ടിവിറ്റി നമ്പർ 8 ആണ്. സന്തോഷ് റീച്ച്ഡ് ഇൻ എ സീ ഷോർ ഇൻ ഡേ ടൈം അലോങ് വിത്ത് ഹിസ് പാരൻസ്. ദേ ഫെൽറ്റ് കോൾഡ് വിൻഡ് ഫ്രം ദ സീ. എന്താണ് സാന്തോഷും പാരൻസും കൂടെ സീഷോറിലെത്തി ഡേ ടൈമിലാണ് എത്തിയത്. അവർക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡസ് ദ വിൻഡ് ബ്ലോ അറ്റ് നൈറ്റ് ഇൻ ദ സെയിം മാനർ? എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് ഇത് നൈറ്റിൽ ഇതിൻ്റെ വിൻഡിൻ്റെ ബ്ലോ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എങ്ങനെയാണ്? യെസ്, ദിസ് ഈസ് ദ ലാൻഡ് ബ്രീസ്. ഇതെന്താണ്? ഇത് ലാൻഡ് ബ്രീസ് ആണ്. ലാൻഡ് ഗെറ്റ്സ് കൂൾഡ് ഫാസ്റ്റർ അറ്റ് നൈറ്റ്. രാത്രിയിലേക്കാൾ ലാൻഡ് എപ്പോഴും കൂളായിരിക്കും. സീ ഗെറ്റ്സ് കൂൾഡ് സ്ലോലി. സീ എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് കൂളാവുകയുള്ളൂ. ഹെൻസ് ദ എയർ അബവ് സീ വിൽ എക്സ്പാൻഡ് മോർ ദാൻ ദ എയർ അബവ് ലാൻഡ് ആൻഡ് റൈസ് അപ്പ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്? നമ്മുടെ എയർ സീയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും അവിടെ നിന്ന് അത് മുകളിലേക്ക് പോവുകയും ചെയ്യും. ദ എയർ എബവ് ദ ലാൻഡ് വിൽ ബ്ലോ ടു ദ സീ. അങ്ങനെ സീയിൽ നിന്നും ഇങ്ങോട്ട് ആ ഒരു തണുത്ത കാറ്റ് വീശുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെ ബി ചോദ്യം, വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷനാണ് നടക്കുന്നത്? ഇവിടെ കൺവെക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. ദ ഹോട്ട് എയർ അബവ് ദ സീ എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്പ്, ദെൻ ദ കോൾഡ് എയർ അബവ് ദ ലാൻഡ് ബ്ലോസ് ടു ദ സീ. അപ്പോൾ ഇവിടെ കൺവെക്ഷൻ എന്നുള്ളതാണ് നടക്കുന്നത്. ദെൻ ഇതിലെ സി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഹീറ്റ് വിതൗട്ട് മീഡിയം? ഒരു മീഡിയവും ഇല്ലാതെ ഒരു എന്താണ് പറയുക, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? എന്താ പറയുന്നത്? റേഡിയേഷൻ എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻ ടു പുവർ കണ്ടക്ടേഴ്സ് ആൻഡ് ഗുഡ് കണ്ടക്ടേഴ്സ്. താഴെ തന്നിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യണം. തന്നിട്ടുള്ളത് അലുമിനിയം, വുഡ് പീസ്, കോപ്പർ, സ്റ്റീല്, ബാക്കലൈറ്റ്, പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ, ഗ്ലാസ് ഇത്രയുമാണ് തന്നിട്ടുള്ളത്. വാട്ട് ആർ പുവർ കണ്ടക്ടേഴ്സ്? വാട്ട് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്? ഏതൊക്കെയാണ് ഇതിലെ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? റബ്ബർ, ഓക്കെ, റബ്ബർ, അലുമിനിയം, വുഡ് പീസ്, കോപ്പർ, ബാക്ക്ലൈറ്റ്, സ്റ്റീല്, പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് വിച്ച് കനോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ഓർ കോൾഡ് പുവർ കണ്ടക്ടേഴ്സ്. ഇനി എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ്? മെറ്റീരിയൽസ് വിച്ച് ക്യാൻ അലോ ഹീറ്റ് ടു പാസ് ത്രൂ ആർ കോൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും. ഇതിലെ ഗുഡ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ എഴുതിയത് മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അലുമിനിയം, കോപ്പർ, അതുപോലെ തന്നെ ബാക്ക്ലൈറ്റ്, സ്റ്റീല്, ഇത് ഇത്രയുമാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റബ്ബർ, വുഡ് പീസ്, അതുപോലെ തന്നെ പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.